ഈ ഫ്ലൈറ്റ് ആണ്, അടിപൊളി ഫ്ലൈറ്റ് ആണത്. ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നത് ചേലക്കരയിൽ മേപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിമനോഹരമായ കാഴ്ചകളാണ് ഈ ഫ്ലൈറ്റിന്റെ ഉള്ളിലുള്ള ഒരുക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, ഫ്ലൈറ്റ് അതിഗംഭീരമാണ്. ഞങ്ങള് 3 പേരുണ്ടോ? 3 പേരെ. ബാഗില് ബാഗ് ഐറ്റംസ് പറയാൻ 2 തേങ്ങയുണ്ട്. തേങ്ങ കൊണ്ടുപോകാൻ പറ്റുമോ? തേങ്ങ പറ്റില്ലേ? വേറെ ഒന്നുമില്ല. തേങ്ങ മാത്രമേ ഉള്ളൂ. തേങ്ങ പറ്റും. അപ്പൊ തെറ്റുള്ള ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫ്ലൈറ്റിലെ ഒരു പ്രത്യേക കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളോട്ട് നമുക്കൊന്ന് പോവാം. ഇപ്പൊ നമ്മൾ കയറുന്നത് കാശ്മീർ താഴ്വരയിലോട്ടാണ് അല്ലേ? കാശ്മീർ താഴ്വരയിൽ കാണുന്ന ഐസ്, വളരെ തണുപ്പുള്ള സ്ഥലം, അതിമനോഹരമായ പൂക്കളാൽ നിബിഡമായിരിക്കുന്ന സ്ഥലമാണ്. മനോഹരമായ കാഴ്ചകളാണ് ഫിഷ് കാർപ്പറ്റ് ഒരുക്കിയിരിക്കുന്നത്. ആളുകളെല്ലാം വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് അലിഗേറ്റർ ഗാർ എന്ന ഫിഷാണിത്. കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട്. നല്ല 2 പേരാണ് ഈ കൂട്ടിലുള്ളത്. കണ്ടില്ലേ, ശ്വാസം നല്ല മൂക്കിനൊക്കെ നല്ല നീളമുണ്ട്, ചുണ്ടിനൊക്കെ നല്ല നീളമുണ്ട്. കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള ഫിഷുകളാണ് 2 എണ്ണം ഉള്ളത്. അടുത്തത് ആരാം പൈമ, വലിയ ഫിഷാണ്. ആദ്യം ദേഷ്യത്തോടൊക്കെ നോക്കുന്നുണ്ട്. ഒന്നും തിന്നാൻ തരുന്നില്ലേ ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ? 2 പേരാണ് ഇവിടെ ഉള്ളത്. ഏഞ്ചൽ ഫിഷ്, ഏഞ്ചലാണ്. ഒരാളെ ഉള്ളൂ ഇവിടെ തോന്നുന്നു. നല്ല ഉറക്കമാണ്, നമുക്ക് മുഖം കാണാൻ പറ്റുന്നില്ല. ഇതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഹെഡ്ജ് ഹോഗിന്റെ ചെറിയ മുള്ളൻ പന്നിയാണ് കേട്ടോ. ഈ രൂപമാണ് കേട്ടോ. ഇവിടെ ഒരാളുണ്ട്, ബനാന ബായ് പൈത്തോൺ എന്ന് പറഞ്ഞ് സൗത്ത് ആഫ്രിക്കക്കാരനാണ്. ഉള്ളില് ആ ട്രേക്ക് മറിഞ്ഞു കിടക്കുകയാണ്. ആൾ നിശബ്ദമായിട്ടിരിക്കുകയാണ്. ട്രേക്ക് മറിഞ്ഞിട്ടുണ്ടല്ലേ. ഇത് ഗ്രീൻ ട്രീ പൈതൽ, ന്യൂ ഗിനിയ. അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ആഹാരം. എലിയും മുട്ടയുമാണ്. ഈ സൈഡിലാണ് ഇരിക്കുന്നത്. ചുരുണ്ടും കൂടി കിടന്ന് ഉറങ്ങുകയാണ്. തലയൊന്നും കാണാൻ പറ്റും. തലയൊക്കെ ഉൾവശത്തായിട്ട് വെച്ചിരിക്കുകയാണ്. പടം പൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പടം പൊഴിഞ്ഞു കിടക്കുന്നു. ഇത് പാസ്റ്റൽ ബോൾ പൈത്തൽ, സൗത്ത് ആഫ്രിക്ക. അതായത് നീളത്തിലൂടെ കിടക്കുന്നുണ്ട്. അപ്പോ ഇത് ഏത് വർഗത്തിൽപ്പെട്ട പാമ്പാണ്? ബോൾ പൈത്തൻ അല്ലേ? അപ്പോ ഇത് ഇത് ട്രെയിൻഡ് ആണ് അല്ലേ? അപ്പൊ ആരുടെ മറ്റുള്ളവരുടെ ശരീരത്തിന്റെ വേർപ്പിന്റെ മണം അനുസരിച്ച് ദേഷ്യപ്പെടുകയോ കോപമോ ഒന്നും വരുന്നില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. ട്രെയിൻഡ് ആണ്. പെർഫ്യൂമിന്റെ മണം കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവുമോ? ഒരു പ്രശ്നം വരില്ല അല്ലേ?
അപ്പോ ഇതാണ് അൽബിനോ ബോൾ പെൻഡർ അല്ലേ? അപ്പൊ താങ്കളാണോ ട്രെയിനർ? അപ്പൊ ഇതാണ് അൽബിനോ എന്ന് പറഞ്ഞ ബോൾ പൈത്തൺ. ഓക്കെ. ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറയാമോ? ഇദ്വാന. ഷൂട്ടീനെ ഇദ്വാന അല്ലേ? അപ്പോ ഇവരും ശാന്തരാണല്ലേ? തത്തയുടെ പേരെന്താ? തത്ത എന്താ പറയുന്നത്? എന്താ? പൊക്കറ്റോ അല്ലേ? കൊത്തുവോ? പൊക്കറ്റോ എന്ന് പുള്ളി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? അപ്പൊ ആൾക്കാർക്ക് കാരണം നമുക്ക് തൊടാൻ പേര്, കാരണം തൊട്ടിട്ട് നമുക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അവന്റെ ആ രംഗവും ഭാവവും ഒക്കെ കണ്ട് ഇറിറ്റേറ്റ് ആണെന്ന് തോന്നുന്നു. ആള് പോയി എന്തെങ്കിലും കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു തോന്നുന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ. എന്നാ പത്താമ്പരനെ കണ്ടോ? പത്താമ്പരനെ കണ്ടോ? അത് കേട്ടോ. ഇത് നോക്കിയേ. ഓക്കെ. ഇനി അടുത്ത ആൾക്കാർ ഗോൾഡൻ ഡെസന്റ്. വോളിബോളിൽ ആൾ ഓടി കളിക്കുകയാണ് ഇങ്ങനെ. ഭയങ്കര ചാട്ടമാണ് കമ്പിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇദ്ദേഹം വ്യത്യസ്തമായിട്ട് ചില സ്റ്റൈലിലൊക്കെയാണ് നടക്കുന്നത്. കണ്ടോ? ഹലോ, യെസ്. വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. चलो क्या ये तो गिरेगा तो नहीं. गिराना नहीं होंगे. मैं कर रहा इसे नहीं देखना. क्या करना है? डांस. हाय. बाय. Oh, डांस करो. अधिकम വേണ്ട. ओके, अच्छा है, बहुत अच्छा है. अच्छा, इन्हें हम वीडियो में आएंगे. अच्छा, ये देखेंगे. അപ്പൊ ഫ്ലൈറ്റിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ ലാൻഡ് ആയിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഈ ഫ്ലൈറ്റ് ലാൻഡ് ആയിരിക്കുന്നത് തൃശൂർ ഡിസ്ട്രിക്റ്റിൽ ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്തെ മേപ്പാടത്താണ്. ഒക്ടോബർ 5 വരെ ഈ ഫ്ലൈറ്റ് ഇവിടെ കാണും. നല്ല നല്ല കാഴ്ചകളാണ്. എല്ലാവരും വന്ന് വരിക, കാണുക. ഈ കാഴ്ച ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രജ ഇവന്റ്സ് കാലിക്കറ്റ്. അതാണ് ഒക്ടോബർ 5 വരെ ഓണം ഫെസ്റ്റിന്റെ ഒരു കാഴ്ചകളാണ്. നല്ല നല്ല കാഴ്ചകൾ ഉള്ളിലുണ്ട്. വരുക, കാണുക. ഓക്കെ, ആരും മറക്കരുത്. ബൈ.